സമാധാന കരാർ പ്രാവർത്തികമാകുന്നതോടെ കോടീശ്വര രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഇറാനും. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാനിലെ ചബഹാർ ഇന്ത്യക്ക് തിരിച്ചു കിട്ടുന്നു എന്നത് തന്നെയാണ് ഇന്ത്യക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം. US ഇറാന് മേലുള്ള പിടി അയക്കുന്നത് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്കും നേട്ടമാണ്. ഇറാൻ വീണ്ടും അന്താരാഷ്ട്ര വിപണിയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനും അതിലൂടെ വൻ വരുമാനം സ്വന്തമാക്കാനും സാധിക്കും. ഇറാനിലെ ചബഹാർ തുറമുഖത്തെ ഇന്ത്യക്ക് വലിയ നിക്ഷേപമാണുള്ളത്. US സമ്മർദ്ദത്തെ തുടർന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യ. ഇനി ഇത് ഇന്ത്യക്ക് തുടരാം. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പാകിസ്ഥാനെ മറികടന്ന് ലോകരാജ്യങ്ങളുമായി ഇടപെടാൻ ഇന്ത്യക്ക് ചബഹാർ തുറമുഖം വഴി സാധിക്കും. വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇറാനും US സമാധാന കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് വിവരങ്ങൾ. സമാധാനത്തിനായി ഇറാനും US തമ്മിലുണ്ടാക്കിയ ധാരണ ലോകരാജ്യങ്ങൾക്ക് ആശ്വാസമാകുന്നത് ഹോർമൂസിന്റെ രൂപത്തിലാക്കും. എന്തായാലും ഇന്ത്യക്കും ഇതുവഴി വലിയൊരു നേട്ടമാണ് കാത്തിരിക്കുന്നത്. സമാധാന കരാറിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണ വ്യാപാരത്തിന്മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾക്കും താൽക്കാലിക ഇളവുകൾ അനുവദിക്കുമെന്നറിയുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു എണ്ണ ഉറവിടം കൂടി തുറക്കപ്പെടുകയാണ്. ഒരു കാലത്ത് നമുക്കറിയാം ഇറാന്റെ പ്രധാന എണ്ണ പങ്കാളികളിൽ ഒന്നായിരുന്നു ഇന്ത്യ. US-ഉമായുള്ള സമാധാന കരാറിന്റെ ഭാഗമായി ഇറാനിലേക്ക് പണം ഒഴുകും എന്നതും സത്യമാണ്. എന്നാൽ ഇത് നേരിട്ടുള്ള സൗജന്യമായിട്ടുള്ള പണസഹായമല്ല. അതായത് US-ഓ മറ്റു രാജ്യങ്ങളോ കരാറിന് വേണ്ടി ഒരു രൂപ പോലും ഇറാന് ഔദ്യോഗികമായി നൽകുന്നതായിട്ടൊരു വിവരമില്ല. എന്നാൽ അമേരിക്കയും മറ്റ് അന്താരാഷ്ട്ര ബാങ്കുകളും വർഷങ്ങളായി മരവിപ്പിച്ചു വെച്ചിരുന്ന ഇറാന്റെ സ്വന്തം പണമുണ്ട്. അത് അവർക്ക് തിരികെ ലഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇറാനെ സംബന്ധിച്ച് ഈ തീരുമാനം വളരെ പ്രധാനമാണ്. ഇറാന് നൽകുക ഇതൊരു സാമ്പത്തിക നേട്ടവുമാണ്. ഏകദേശം $25 ബില്യൺ ഇറാന് തിരികെ ലഭിക്കുക. അതായത് ഏകദേശം 2,80,000 കോടിയിലധികം ഇന്ത്യൻ രൂപ. ഈ പണം ഏതെങ്കിലും വിദേശ രാജ്യങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് ഇറാന് നൽകുന്നതല്ല, ഔദാര്യമല്ല, അത് ഇറാന്റെ സ്വന്തം പണം തന്നെയാണ്. എന്നാൽ വർഷങ്ങളായി ഉപരോധങ്ങൾ കാരണം ഈ പണത്തിൽ തൊടാൻ പോലും ഇറാന് സാധിച്ചിരുന്നില്ല. അതാണ് മാറാൻ പോകുന്നത്. അമേരിക്കൻ ബാങ്കുകളിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്ന ഇറാന്റെ ഫണ്ടുകൾ നേരിട്ടുള്ള പണമിടപാടുകളായും ക്രെഡിറ്റ് ലൈനുകളായും റിലീസ് ചെയ്യും എന്നാണ് വിവരങ്ങൾ. സമാധാന കരാറിന് മധ്യസ്ഥത വഹിച്ച ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാകും ഈ പണം ഇറാന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഇറാനും കോടീശ്വര പദവിയിലേക്ക് ഉയരുകയാണ്. ഇത് ഇന്ത്യയുടെ വലിയൊരു തന്ത്രപരമായ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. കരാറിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ ഇറാനിലേക്ക് ഒഴുകുമെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിലും വീണ്ടും പറയുകയാണ്, ഇത് US-ഓ മറ്റു രാജ്യങ്ങളോ നൽകുന്ന സൗജന്യ സഹായമല്ല. വർഷങ്ങളായി അമേരിക്കയും വിവിധ അന്താരാഷ്ട്ര ബാങ്കുകളും മരവിപ്പിച്ചു വെച്ചിരുന്ന ഇറാന്റെ സ്വന്തം പണമാണ് അവർക്ക് തിരികെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അഭിമാനത്തോടു കൂടി തന്നെയാണ് ആ പണം കൈപ്പറ്റാൻ ഒരുങ്ങുന്നത്. ഏകദേശം $25 ബില്യൺ എന്ന് പറയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ടാണ് ഇറാന് ലഭിക്കുക. ഈ ഫണ്ടുകൾ നേരിട്ടുള്ള പണമിടപാടുകളായും ക്രെഡിറ്റ് ലൈനുകളുമായും റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കോടീശ്വര പട്ടികയിലേക്ക് ഇറാൻ പോകുന്നു. ഒപ്പം ചബഹാർ തുറമുഖം വഴി ഇന്ത്യക്കും വലിയ ഒരു വരുമാനമാണ് ഇന്ത്യയുടെ കയ്യിലേക്കും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരാർ എന്ന് പറയുന്നത് ഇന്ത്യക്കും ഇറാനുമായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക. എന്തൊക്കെയായാലും ശരി, ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ മക്രാൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആഴത്തിലുള്ള ജലതുറമുഖമായ ചബഹാറിന്റെ പേരിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയപ്പോഴും ഒക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ചബഹാർ തിരിച്ച് ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും എന്നും ചബഹാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നു, നഷ്ടമാകുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് ഓരോ ഇന്ത്യക്കാരും വളരെ വേദനയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഇന്ത്യക്ക് ഒരു വികസന സ്വപ്നം ചബഹാറിലൂടെ സാധ്യമാകുമെന്ന പ്രതീക്ഷകളായിരുന്നു ആ ഒരു കരാർ നരേന്ദ്രമോദി ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് ഹോർമൂസ് കടലിടുക്കിന്റെ മുഖത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനമുള്ള ഒരേ ഒരു ഇറാനിയൻ തുറമുഖമാണിത്. ഷാഹിദ് കലന്തരി, ഷാഹിദ് ബഹേഷ്തി എന്നിങ്ങനെ 2 വ്യത്യസ്ത തുറമുഖങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചബഹാർ. ചബഹാർ തുറമുഖം വികസിപ്പിക്കാൻ 2003 തന്നെ നിർദ്ദേശം വന്നിരുന്നു. ഇന്ത്യൻ ചരക്കുകൾക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള ഒരു ഇടനാഴിയായിട്ടാണ് ചബഹാറിനെ കാണുന്നത്. പാകിസ്ഥാനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വലിയ നേട്ടം. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന ഈ കവാടം ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചബഹാർ തിരിച്ച് ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയെ കാത്തിരിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കരാർ ഇന്ത്യക്കും ഇറാനും കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മസ്.